കായിക വിശേഷങ്ങളിലേക്ക് പോയാൽ ലോക ലെജൻഡ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഇന്ത്യ പാക് മത്സരം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നടക്കാനിരുന്ന മത്സരമാണ് ഉപേക്ഷിച്ചത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്. ഖിലാഫെ, വലിയ പ്രതീക്ഷയിലൊക്കെ ഇരുന്നതാണ്. എന്താണ് ഇപ്പോൾ മത്സരം ഉപേക്ഷിക്കാനുള്ള കാരണം? സേതുലക്ഷ്മി, ഇന്ന് രാത്രി 9-ന് എഡ്ജ്ബാസ്റ്റണിൽ നടക്കാനിരുന്ന ഇന്ത്യ പാക് പോരാട്ടം, ലോക ലെജൻഡ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യ പാക് പോരാട്ടമാണ് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. വലിയ വിവാദമായിരുന്നു ഈ മത്സരത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളും ഉൾപ്പെടെ അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും ഉയർത്തിയിരുന്നത്. കാരണം ഈ ഓപ്പറേഷൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഇന്ത്യ പാക് പോരാട്ടം നടന്നിട്ടില്ലായിരുന്നു. ഇതാദ്യമായിരുന്നു ഒരു ലോക വേദിയിൽ തന്നെ നടക്കാൻ പോയിരുന്നത്. അതും ഈ ഒരു ടെസ്റ്റ് മത്സരങ്ങളിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇതിഹാസ താരങ്ങളായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്നതായിരുന്നത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും ഉയർത്തിയിരുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മത്സരം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ താരങ്ങൾ കഴിഞ്ഞ ദിവസം ഹർഭജൻ സിംഗ്, സുരേഷ് റെയ്ന, ശിഖർ ധവാൻ, അതേപോലെ തന്നെ യൂസഫ് പത്താനും ഇർഫാൻ പത്താനും മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. കൂടാതെ മറ്റു പല താരങ്ങളും, ഇന്ത്യൻ താരങ്ങളും പിന്മാറുമെന്ന സൂചനയും നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് മത്സരം ഉപേക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ അതായത് ഈ ഒരു WCL വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്, ലെജൻഡ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്പോൺസർഷിപ്പുമാരിൽ ഒരാളായ ഈസി മൈ ട്രിപ്പും ഈ പാകിസ്ഥാനെ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറും എന്ന തരത്തിലും ഇവർ ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ WCLൻ്റെ ഇപ്പോഴത്തെയുള്ള തീരുമാനം. കൂടാതെ ഏറ്റവും നിർണായകമായത് ഈ ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നു. അതായത് നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സമയത്തൊക്കെ കടുത്ത വിമർശനങ്ങൾ നേരിട്ട ഒരു ഇന്ത്യക്കെതിരെ പോസ്റ്റുകളും എക്സിലും കൂടാതെ മറ്റു പല സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ച ഒരു താരമാണ് പാകിസ്ഥാനിലെ ഷാഹിദ് അഫ്രീദി. ഈ താരവും ഈ മത്സരത്തിൽ കളിക്കുന്നത്, ടൂർണമെൻറ്റിൽ കളിക്കുന്നതും ഒക്കെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉയർത്തിയിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മത്സരം ഉപേക്ഷിച്ചത്. എന്തായാലും WCLൻ്റെ വിശദീകരണം അനുസരിച്ചിട്ട് വോളിബോൾ ടൂർണമെൻറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നിരുന്നു. കൂടാതെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ജൂനിയർ ഹോക്കി വേൾഡ് കപ്പിന് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാന് അനുമതി നൽകിയിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഈ കായിക മേഖലയിൽ ഈ ഒരു വിലക്കില്ല എന്നും ഒക്കെ മനസ്സിലാക്കിയാണ് ഫിക്സ്ചറുകൾ തയ്യാറാക്കിയതെന്നും ആർക്കെങ്കിലും ഇതിൽ വൈകാരികമായി നേടിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നും അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ നടക്കേണ്ടിയിരുന്ന മത്സരമാണ് ഉപേക്ഷിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മുടെ ഖിലാഫ്.